നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും പ്രതീക്ഷിക്കാവുന്ന തെരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം. അപ്പൊ ക്ലാസ്സിൽ പറയുന്ന എല്ലാ ഫാക്ട്സും നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് ടെലഗ്രാമിൽ റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ഫാക്ട് അഭിലാഷ് ടോമിയെ കുറിച്ചാണ്. ആരാണ് അഭിലാഷ് ടോമി? പായ്വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മലയാളിയായ അഭിലാഷ് ടോമി. പായ്വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മലയാളിയായ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിക്ക് 2025 കേരള ശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഏതിനം? കായിക ഇനം. ഇദ്ദേഹം നാവികസേനയിലെ ഓഫീസറാണ്. എന്നിരുന്നാൽ കൂടി കായിക ഇനത്തിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കേരള പുരസ്കാരം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. കോഡിന്റെ രൂപത്തിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഫാക്ട് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ്. ഇദ്ദേഹത്തിന് കേരളശ്രീ പുരസ്കാരം കൂടി കിട്ടി നിൽക്കുന്ന വേളയിൽ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് കേട്ടോ അഭിലാഷ് ടോമി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ആഴിയും തിരയും കാറ്റും. വളരെ ഇമ്പോർട്ടന്റ്. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അഭിലാഷ് ടോമിയാണ്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മലയാളിയായ അഭിലാഷ് ടോമി. 2025 5 പേർക്ക് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു. അതിൽ ഒന്ന് ഇദ്ദേഹമാണ്, അഭിലാഷ് ടോമി. അടുത്ത ചോദ്യം, നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന PK കാളൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 പുരസ്കാരം അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ് ലഭിച്ചത്. അപ്പൊ PSC ചോദിക്കുന്നതിനോട് ചോദ്യം പറയട്ടെ. PK കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക കലാകാരനാണ് PK കാളൻ. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് PK കാളൻ പുരസ്കാരം. ഗദ്ദിക എന്നത് വയനാട്ടിലെ ഗോത്ര വർഗത്തിന്റെ ഇടയിൽ അനുഷ്ഠിക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ്. ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒഴിപ്പിക്കുക. ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒഴിപ്പിക്കുക എന്നതാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. PK കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയനാട്ടിലെ അടിയ വിഭാഗത്തിലുള്ള ഗോത്രവർഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക. അപ്പോൾ നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന PK കാളൻ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്ക്? നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. അടുത്ത ചോദ്യം നോക്കാം. 2026 നടക്കാനിരിക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ്. അപ്പൊ കേരള സ്കൂൾ കലോത്സവം എത്രാമത് കേരള സ്കൂൾ കലോത്സവമാണ് 2026 നടക്കാനിരിക്കുന്നത്? 64ാമത്. ഇപ്പോൾ ജില്ലാതലത്തിൽ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനതല മത്സരം 2026 ജനുവരി മാസം നടക്കും. അത് നടക്കാനിരിക്കുന്ന പ്രധാന വേദി എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ജില്ലയാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയാണ്. അടുത്ത ചോദ്യം, ഗ്രാമസഭാ യോഗങ്ങളുടെ മിനിറ്റ്സ് സൃഷ്ടിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണത്തിന്റെ പേര്? AI പവേർഡ് ടൂൾ ആണ്. നിർമ്മിത ബുദ്ധിയാണല്ലോ ഇപ്പൊ എല്ലായിടത്തും. അപ്പൊ AI പവേർഡ് ടൂൾ ആണ് സഭാസാർ എന്ന AI ടൂൾ ഡെവലപ്പ് ചെയ്തത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാമസഭാ യോഗങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ. ഏത് മിനിസ്ട്രി ഡെവലപ്പ് ചെയ്തതാണ്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ഡെവലപ്പ് ചെയ്ത AI ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഗ്രാമസഭാ യോഗങ്ങളുടെ മിനിറ്റ്സ് എഴുതാൻ വേണ്ടി. യോഗം കഴിഞ്ഞുകൊണ്ട് മിനിറ്റ്സ് എഴുതുമല്ലോ. അപ്പോൾ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തത്, അങ്ങനെ മിനിറ്റ്സ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണം. കുറച്ചുകൂടെ എളുപ്പമായില്ലേ? ഓക്കെ, അടുത്തതൊരു പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. അടുത്തിടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതിയുടെ പേരാണ് വയോരക്ഷ. അപ്പൊ വയോജനങ്ങൾ, മുതിർന്ന പൗരന്മാർ, വയോരക്ഷ ഓർക്കുക. അപ്പൊ ആദ്യത്തെ 5 ചോദ്യം കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പുതിയ ബാച്ച്
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അഡ്മിഷൻ തുടരുകയാണ്. ഇനി കുറച്ച് സീറ്റും കൂടെ ബാക്കിയുണ്ട്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു ദിവസം ആയതേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കുക. ഒട്ടും സമയം കളയരുത്. പ്രിലിംസ് പരീക്ഷ ആദ്യം ഉണ്ടാകും. അപ്പൊ നമുക്കൊരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ എത്രയും വേഗം തന്നെ നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തോണേ. ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് പോകുന്നത്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പഴയ SCERT, പുതിയ SCERT, NCERT ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് എടുക്കുന്നുണ്ട്. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, ഹിസ്റ്ററി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് NCERT എടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ സിലബസ് കവറേജ്, ടൈം ടേബിൾ അനുസരിച്ച് എക്സാമും ടോപ്പിക് വൈസ് എക്സാമും എല്ലാം ഉണ്ട്. ഫുൾ പാക്കേജ് ആണ് 3899 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആണ്. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. 2 പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഒറ്റ ഒരു കോഴ്സ്. അതായത് 2 പരീക്ഷയുടെയും സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് നിങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജ്യത്തെ ആദ്യ ജെൻസി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ജെൻസി പോസ്റ്റ് ഓഫീസ് ഡൽഹി IITയിലാണ് രാജ്യത്തെ ആദ്യ ജെൻസി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 ആണ്, 25 അല്ല, 2026 ഇൻഡെക്സ് തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 23ാം സ്ഥാനമാണ്. അപ്പൊ COP30 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2025 COP30 നടന്നത് എവിടെ? ബ്രസീലിലെ ബെലേം. അത് 1 മാർക്ക് ചോദ്യമാണ്, പ്രതീക്ഷിക്കാം. ബ്രസീലിലെ ബെലേമിലാണ് COP30 നടന്നത്. അതായത് UN കാലാവസ്ഥ ഉച്ചകോടി 2025 COP30 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നടന്നത് എവിടെയാണ്? ബ്രസീലിലെ ബെലേമിലാണ്. ഓർക്കുക. അടുത്തത്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായത് വൈശാഖനാണ്. അപ്പോൾ നിങ്ങളോടുള്ള ഇന്നത്തെ ചോദ്യം, വൈശാഖൻ ആരുടെ തൂലികാ നാമമാണ്? വൈശാഖൻ ആരുടെ തൂലികാ നാമമാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? എൽദോസ് പോൾ. എൽദോസ് പോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജംപ് താരമാണ് എൽദോസ് പോൾ. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ 4 ചോദ്യം കിട്ടിയോ? രാജ്യത്തെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹി IITയിലാണ്. UN കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് 2026 ഇന്ത്യയുടെ സ്ഥാനം 23. COP30 എവിടെ വെച്ചാണ് നടന്നത്? ബ്രസീലിലെ ബെലേമിൽ വെച്ചാണ് നടന്നത്. നവംബർ മാസമാണ് നടന്നത്, 2025 നവംബർ മാസം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായത് വൈശാഖൻ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം എൽദോസ് പോളിനാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ കായിക ഇനം ട്രിപ്പിൾ ജമ്പ്. ഓർക്കുമല്ലോ. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം അത് 2025 പ്രഖ്യാപിച്ചത്. പഠിച്ചു വെച്ചേക്കണം, മിഷേൽ ബാച്ലേക്കാണ് ലഭിച്ചത്. 2024 ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? മിഷേൽ ബാച്ലെ വനിതയാണ്. എന്താണ് പ്രത്യേകത? ചിലിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ചിലിയുടെ പ്രസിഡന്റായ ആദ്യത്തെ വനിത കൂടിയാണ് മിഷേൽ ബാച്ലെ. ചിലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് മിഷേൽ ബാച്ലെ. ഓർക്കുക, 2024 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ജേതാവ്. അടുത്ത ചോദ്യം, ഈ ചിത്രത്തിൽ കാണുന്ന പാലത്തിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആണ് ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം. ഈ ചെനാബ് പാലത്തിന്റെ മുഖ്യ എഞ്ചിനീയർ ഒരു വനിതയായിരുന്നു. എന്താ പേര്? ഡോക്ടർ ജി മാധവി ലത. അടുത്തതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. സാക്ഷം എന്നതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. എന്ത് പർപ്പസ് ആണിത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്? തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം. ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്പിന്റെ പേരാണ് സാക്ഷം.
അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, G7 ഉച്ചകോടിയുടെ വേദിയും G20 ഉച്ചകോടിയുടെ വേദിയും 2025 G7 ഉച്ചകോടിക്ക് വേദിയായത് കാനഡ, G20 ഉച്ചകോടിയുടെ വേദി ജോഹനാസ്ബർഗ് ദക്ഷിണാഫ്രിക്ക. അത് ജോഹനാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് G20 ഉച്ചകോടി നടന്നത്. G7 ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? കാനഡയിൽ വെച്ച്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച നൊബേൽ പുരസ്കാര ജേതാവ് ആര്? ജെയിംസ് വാട്സൺ. പ്രതീക്ഷിത ചോദ്യം. ഇദ്ദേഹത്തിന്റെ സംഭാവന എന്താണ്? ഇദ്ദേഹത്തിന് എന്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടെത്തിയതിന്. നമ്മൾ 10th പുതിയ SCERT 10th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ ഞാൻ ഷോർട്ട് പോയിന്റ്സ് നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് എടുത്തു തന്നപ്പോൾ അതിനകത്ത് പറഞ്ഞില്ലേ, അത് ഈ ക്ലാസ്സിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഡബിൾ ഹെലിക്സ് മോഡൽ, DNA-യുടെ ചുറ്റുഗോവണി മാതൃക അഥവാ ഡബിൾ ഹെലിക്സ് മോഡൽ ഡെവലപ്പ് ചെയ്തത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ്. അതിലെ ജെയിംസ് വാട്സൺ ആണ് 2025 നവംബർ മാസം അന്തരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10th സ്റ്റാൻഡേർഡ് പുതിയ SCERT-യിൽ DNA-യുടെ ഘടനയെ പറ്റി പറയുന്നുണ്ട്. 1953 വർഷം ഓർക്കുക, ഇമ്പോർട്ടന്റ്. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA-യുടെ ചുറ്റുഗോവണി മാതൃക അഥവാ ഡബിൾ ഹെലിക്സ് മോഡൽ അവതരിപ്പിച്ചു. ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ഈ ഒരു ഫോട്ടോഗ്രാഫ് ആണ്. ഫോട്ടോ 51 എന്ന ഫോട്ടോഗ്രാഫ്. ഈ ഫോട്ടോഗ്രാഫ് എടുത്തത് റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് DNA-ക്ക് ഡബിൾ ഹെലിക്സ് മോഡൽ ആണെന്നുള്ള നിർണായക വിവരം ഇവർക്ക് ലഭിച്ചത്. അപ്പൊ റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ മാത്രമല്ല ഈ പഠനം നടത്തിയത്. റോസ്ലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു പഠനം നടത്തിയത്. അങ്ങനെ റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ ഒരു ചിത്രം എടുത്തു. ആ ചിത്രമാണ് ഫോട്ടോ 51. അതിൽ നിന്നാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും ഈ ചുറ്റുകോവണി മാതൃകയിലേക്കുള്ള ഒരു നിർണായക വിവരം ലഭിച്ചത്. 1958 ഈ ഒരു ചിത്രം എടുത്ത റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ അന്തരിച്ചു. 37ാമത്തെ വയസ്സിൽ അന്തരിച്ചു. DNA-യുടെ ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയതിന് ബാക്കി 3 പേർക്ക്, ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, ഈ റോസ്ലിൻഡ് ഫ്രാങ്ക്ലിന്റെ കൂടെ ഉണ്ടായിരുന്ന മോറിസ് വിൽക്കിൻസ് ഇല്ലേ, മോറിസ് വിൽക്കിൻസ്, ഇവർക്ക് 3 പേർക്കും കൂടിയാണ് 1962 മെഡിസിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ ഇവിടെ നിന്ന് PSC ചോദിക്കാൻ പറ്റിയ ചോദ്യം 1962 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും ഏതിനുള്ള നൊബേൽ സമ്മാനം? മെഡിസിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ നമ്മുടെ കറണ്ട് അഫെയർ ചോദ്യം എന്തായിരുന്നു? 2025 നവംബറിൽ അന്തരിച്ച നൊബേൽ പുരസ്കാര ജേതാവ് ജെയിംസ് വാട്സൺ. അപ്പൊ ജെയിംസ് വാട്സൺ നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1962. കിട്ടിയല്ലോ അല്ലെ? അടുത്ത ചോദ്യം വീണ്ടും ഒരു പുസ്തകമാണ്. മികവാർന്ന പച്ചത്തുരുത്തുകൾ എന്ന പുസ്തകം പുറത്തിറക്കിയത് ഹരിത കേരള മിഷൻ ആണ്. ഹരിത കേരള മിഷൻ അടുത്തിടെ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരുത്തുകൾ. അടുത്തത് ഇമ്പോർട്ടന്റ്, 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഞാൻ ഓൾറെഡി ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഓർക്കുക, ഞാൻ എന്റെ എതിർകക്ഷി എന്ന കൃതിയുടെ രചയിതാവ് KG ശങ്കരപിള്ള. ബംഗാൾ, സഞ്ചാരി മരങ്ങൾ, അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, ഇവയൊക്കെ KG ശങ്കരപിള്ളയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. ഞാൻ എന്റെ എതിർകക്ഷി, ബംഗാൾ, സഞ്ചാരി മരങ്ങൾ, അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, കൊച്ചിയിലെ വൃക്ഷങ്ങൾ. ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന പുരസ്കാര തുക എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപയാണ്. കൂടാതെ പ്രശസ്തി പത്രവും ഉണ്ട്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ജേതാവ് KG ശങ്കരപിള്ള. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് മെക്കദാട്ടു ഡാം പ്രോജക്ട്. നിലവിൽ വരുന്ന സംസ്ഥാനം കർണാടക സംസ്ഥാനത്തിലാണ് മേക്കദാട്ടു ഡാം പ്രോജക്ട് നിലവിൽ വരുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. 3ാമത്തെ ബാച്ചാണ്. സക്സസ്ഫുള്ളി 2 ബാച്ചുകൾ റൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ 3ാമത്തെ ബാച്ച് ഒരുപാട് പേര് ചോദിച്ചതിന് പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. ഇത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് കയറി ഉറപ്പിച്ചോളാം. SAയുടെ ബാച്ചും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അഡ്മിഷൻ ഓപ്പൺ ആണ്. SAയുടെ ഫീസ് വരുന്നത് 2999 മാത്രമേ ഉള്ളേ. സ്പെഷ്യൽ ടോപ്പിക് 45 മാർക്കിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനില്ലേ? അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ഉണ്ട്. പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ആണ്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യത്തെ നഗരസഭ കോട്ടയ്ക്കൽ നഗരസഭയാണ്. 100% അർബുദ സാക്ഷരത നേടുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കോട്ടയ്ക്കൽ നഗരസഭ.
വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തകൃതിയായി നടക്കാനിരിക്കുന്ന കാലമാണ്, പ്രചരണമൊക്കെ കൊഴുകൊഴുക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM-ന് പകരം, വാട്ട് ഈസ് EVM? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. EVM-ന് പകരം ബാലറ്റ് പേപ്പർ, പണ്ടത്തെ സമ്പ്രദായം, ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ കർണാടക സംസ്ഥാനം തീരുമാനിച്ചു. കർണാടകയാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേരൊന്ന് മാറി. എന്താ പേര്? ഛത്രപതി സാംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ. ഛത്രപതി സാംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നത് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ്. ഇവിടെ രാജ്ഭവന്റെ പേര് ഇപ്പൊ അടുത്തിടയ്ക്ക് മാറിയല്ലോ. എന്തായി? ലോക് ഭവൻ എന്നായി. ലോക് ഭവൻ. ഓക്കെ, അതുകൂടി ഈ ഒരു അവസരത്തിൽ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യം. ഈ പറഞ്ഞ 20 ചോദ്യം, 20 അല്ല കൂടുതൽ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും ഫാക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോളാം. അഭിലാഷ് ടോമിയുടെ ഫാക്ട് 1-2 ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. അപ്പൊ ഇതിന്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും. ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കയറി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലാസ് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.